AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ പഴവങ്ങാടി ഭഗവതി ഏജൻസിയിലാണ് നിൽക്കുന്നത്. സ്റ്റെഫിൻ, നമ്മളൊക്കെ അറിയാമല്ലോ, കഴിഞ്ഞ 2 വർഷം അടുപ്പിച്ച് നമ്മുടെ കൈകളില്ല. 2022 അനൂപിന്, ഓട്ടോറിക്ഷ ഡ്രൈവറായ അനൂപിനാണ് തിരുവനന്തപുരത്ത് സമ്മാനം അടിച്ചത്. അപ്പോൾ ഈ 2 വർഷവും നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ വർഷം നമുക്കൊരു ഉത്തരം കിട്ടാത്തൊരു അവസ്ഥയിലേക്ക്, ഒരു അനിശ്ചിതത്തിലേക്കും ആശയക്കുഴപ്പത്തിലേക്ക് എത്തുകയാണ്. എന്തായാലും ഈ നമ്പർ ഉള്ള ആളത് അറിഞ്ഞു കാണും എന്നുള്ളത് ഏകദേശം നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. എങ്ങനെയാണ് ഭാഗ്യം പോയ വഴികൾ, ഭാഗ്യം ചുറ്റിത്തിരിഞ്ഞ വഴികളൊക്കെ ഒന്ന് വിവരിക്കാം സ്റ്റെഫിൻ. പ്രജീഷ്, ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭഗവതി ലോട്ടറിയിൽ രണ്ടാമത്തെ ഓണം ബമ്പർ സമ്മാനം, അതായത് 25 കോടി സമ്മാനത്തുകയാക്കിയതിനു ശേഷം രണ്ടാമതും ഇവിടെ സമ്മാനം, ഒന്നാം സമ്മാനം അടിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട്. അതോടൊപ്പം തന്നെ അല്പം മുമ്പാണ് ഇതറിഞ്ഞത്. മൂന്നാം സമ്മാനം 50 ലക്ഷം രൂപയാണ്. അത് 50 ലക്ഷം ത്തിൻ്റെ സമ്മാനം ഇവിടെ അടിച്ചിട്ടുണ്ട്. ഒന്ന് പാരിപ്പള്ളിയിലും അതോടൊപ്പം തന്നെ ഒന്ന് ഇതേ ഒന്നാം സമ്മാനം വിറ്റുപോയ വൈറ്റിലയിലെ ഇവരുടെ കടയിൽ തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഗ്യം ഇപ്രാവശ്യം ഏതായാലും ഭഗവതിക്കൊപ്പമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയധികം നല്ല കച്ചവടം ഉണ്ടായിരുന്നു. 3 സമ്മാനങ്ങൾ, ഒന്നാം സമ്മാനം, മൂന്നാം സമ്മാനത്തിൻ്റെ 2 ടിക്കറ്റുകളാണ് അടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷത്തിലാണ് ഭഗവതി ലോട്ടറി ഏജൻസീസ് ഉള്ളത്. കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇനി ഏതായാലും പൂജാ ബമ്പറിലേക്കൊക്കെയാണ് ഇവരുടെ കച്ചവടം നീങ്ങാൻ പോകുന്നത്. അതിന് വേറിട്ട രീതിയിൽ എങ്ങനെ കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കഴിഞ്ഞ 2 വർഷം മുമ്പ് 2022 ലോട്ടറി അടിച്ച അനൂപിൻ്റെ ആ ഒരു അനുഭവം, അത് ജനങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്ത ഒരു ലോട്ടറി ടിക്കറ്റാണ്. നമുക്ക് അന്ന് നമ്മളുടെ മൈക്ക് ഐ ഡി വെച്ച് ഒരുപക്ഷെ നമ്മുടെ പ്രശാന്തോ അല്ലെങ്കിൽ അമലോ ആരോ ആയിരിക്കണം അന്ന് അവിടെ വന്നിരിക്കുന്നത്. ആ ഫോട്ടോയൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും ഇവരുടെ കച്ചവടം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ വിവരം അറിഞ്ഞ് വാർത്തയിലൂടെയൊക്കെ അറിഞ്ഞിട്ട് ഒരുപാട് പേര് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ ഏതായാലും ടിക്കറ്റ് വാങ്ങി കുറേ പേര് പോയിട്ടുണ്ട്. സന്തോഷമെല്ലാം പങ്കിട്ട് പോയിട്ടുണ്ട്. വലിയൊരു ആകാംക്ഷയായിരുന്നു ഇത് ആർക്കാണ് ലോട്ടറി ടിക്കറ്റ് അടിച്ചതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ച് പറയാറായിട്ടില്ല. ഒരു മലയാളിക്ക് തന്നെയാണോ, ഏത് സ്ഥലത്തു നിന്നുള്ള ആളാണ്? പക്ഷേ വൈറ്റിലയെ സംബന്ധിച്ചിടത്തോളം പലരും വന്നു പോകുന്ന സ്ഥലമാണ്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ആരാണ് ടിക്കറ്റ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് എന്നുള്ളത് ഇനി ഏതായാലും അറിയേണ്ടതുണ്ട്. അങ്ങനെ ഒരു ആകാംക്ഷ ഇപ്പോൾ ഏതായാലും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ വലിയ സന്തോഷം ഭഗവതി ലോട്ടറി ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം 3 പ്രൈസുകളാണ് അടിച്ചിരിക്കുന്നത്. അത് 3 എണ്ണവും ഇത് കൺഫേം ആയിട്ടുണ്ട്. ഇനി ആർക്കാണെന്നുള്ളത് അറിയണം. പക്ഷേ നേരത്തെ ഈ അനൂപിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അനൂപിൻ്റെ അനുഭവമൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അത് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഭാഗ്യത്തിന്റെ കളിയാണ്. നമ്മളൊക്കെ ഓരോ ബമ്പർ ലോട്ടറി നറുക്കെടുപ്പിലും ഇങ്ങനെ പ്രതീക്ഷയോട് ടിക്കറ്റ് എടുക്കുന്ന ഒരുപാട് പേര്. 25 ലക്ഷം ടിക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂജ് നമ്പറാണ്. കാരണം കഴിഞ്ഞ വർഷം അത് 71 ലക്ഷമായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള 4 ലക്ഷത്തിൻ്റെ വർധനവ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ സമ്മാനത്തുക ഏറ്റവും ഒരുപാട് പ്രത്യേകതകൾ സ്റ്റെഫിനുണ്ട്, അറിയാമല്ലോ. ഏറ്റവും ഉയർന്ന സമ്മാനത്തുക, ഏറ്റവും ഉയർന്ന ടിക്കറ്റ് വില, ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു ടിക്കറ്റ്, അങ്ങനെയൊക്കെയാണ് ഈ ഓണം ബമ്പറിനെ കുറിച്ച് ആളുകൾക്ക് പറയാനുള്ളത്. അപ്പോൾ എടുത്തവർ വീണ്ടും വീണ്ടും നോക്കുക. അടിച്ചവർ ഭാഗ്യവാന്മാർ, അടിക്കാത്തവർ ഇതൊരു ഭാഗ്യത്തിൻ്റെ കളിയാണ്. വീണ്ടും വീണ്ടും കാത്തിരിക്കുക പ്രതീക്ഷയോടെ എന്നത് മാത്രമേ ഉള്ളൂ. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം സ്റ്റെഫിൻ, ഈ അടിക്കുന്ന ആളുകൾ പലപ്പോഴും അവർ തുറന്ന് പറയാറില്ല. അൽത്താഫിൻ്റെ കഴിഞ്ഞ തവണ അടിച്ച കർണാടകയിലേക്ക്, മാണ്ഡ്യയിലേക്ക് സമ്മാനം പോയപ്പോഴും അവിടെ അൽത്താഫിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ എന്താ ഒരു സമ്മാനശാലി അല്ലെങ്കിൽ അടിച്ച കോടിപതി ഒന്ന് കാണാൻ, ആ മുഖം കാണാൻ എന്ന ഒരു ആകാംക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അവരെ സംബന്ധിച്ചുള്ള അവർ പറയുന്നത് എന്താണ്, ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പുറത്തേക്ക് വരുന്നതിൽ എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്ന ആളുകളാണ് കണ്ടത്. അനൂപും അങ്ങനെയാണ് പറഞ്ഞത്. പിന്നീട് അതിനുശേഷം ഈ തമിഴ്നാട്ടിലേക്ക് ടിക്കറ്റ് 2023 പോകുമ്പോഴും അടിക്കുമ്പോഴും ഒക്കെ ഉള്ള പ്രതികരണങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ അത്ര പെട്ടെന്ന് ഭാഗ്യശാലികൾ സാധാരണ വരാറില്ല, അങ്ങനെ പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്കൊക്കെ. അങ്ങനെയാണോ സ്റ്റെഫിൻ? അതെ, തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുള്ള അനുഭവം അതാണ്. അനൂപിൻ്റെ ഒരു 3 വർഷം മുമ്പ് 2022 അദ്ദേഹത്തിന് ഓണം ബമ്പർ അടിച്ചപ്പോൾ ഈ കടയിൽ ഈ നിൽക്കുന്ന സ്ഥലത്ത് വലിയ ആഘോഷമായിരുന്നു. ആളുകൾ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് എത്തി. അദ്ദേഹം മാധ്യമങ്ങളിലൂടെ സന്തോഷം പങ്കിട്ടു. പക്ഷേ പിറ്റേന്ന് മുതൽ കണ്ട കാഴ്ചകൾ, പലരും സഹായം ചോദിച്ചു വരുന്നു, ബന്ധുക്കൾ സഹായം ചോദിച്ചു വരുന്നു. ഒരു വലിയ പ്രതിസന്ധിയിലൂടെ ആയിരുന്നു അന്ന് അനൂപ് കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പണം ഒന്ന് കൈ കിട്ടണമെങ്കിൽ നടപടിക്രമങ്ങളുണ്ട്, ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഏതാണ്ട് 1 മാസം പിടിക്കും ഈ പണം ഒന്ന് ബാങ്ക് അക്കൗണ്ടിലേക്കൊക്കെ വരാൻ.
അത് ഉറപ്പാണ്. പക്ഷേ വരുമെന്നുള്ള കാര്യം, നികുതി അടയ്ക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. 25 കോടി അടിച്ചില്ലേ, കുറച്ച് പണം തരുമെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേർ അദ്ദേഹത്തിന് ഒട്ടും പരിചയമില്ലാത്ത ആളുകൾ, പരിചയമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഒരുപാട് പേർ അദ്ദേഹത്തിന് വീടിന് മുൻപിൽ വന്ന അവസ്ഥയൊക്കെ അദ്ദേഹം പറഞ്ഞതാണ്. അതൊക്കെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ അതിനുശേഷം നറുക്കെടുത്ത പൂജാ ബമ്പർ, അതോടൊപ്പം തന്നെ മറ്റ് ലോട്ടറി ബമ്പറുകൾ, അതൊക്കെ അടിച്ചിട്ടും ആളുകൾ പുറത്തു വരുന്നില്ല. പലരും ബാങ്കിൽ ഒരു അഫിഡവിറ്റ് എഴുതി കൊടുക്കുകയാണ്, ഞങ്ങളുടെ പേര് പുറത്ത് വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് പേര് എഴുതി കൊടുക്കുന്ന, അഫിഡവിറ്റ് കൊടുക്കുന്ന കാഴ്ചകൾ വരെ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ പലരുടെയും പേരുകൾ പുറത്തു വന്നില്ല. ഞാൻ ഓർക്കുന്നത് 2022 ഓണം ബമ്പറിന് ശേഷമുള്ള പല ടിക്കറ്റുകളും ആർക്കാണ് അടിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത, അല്ലെങ്കിൽ ആർക്കാണ് എന്ന് തുറന്ന് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് അവർ വരുന്നതിന് തയ്യാറായില്ല. അത് ഈ പലരുടെയും അനുഭവങ്ങളാണ് അതിന് കാരണമായിട്ടുള്ളത്. ഇനി ഏതായാലും ഈ ഭാഗ്യവാൻ പുറത്ത് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് അല്പസമയത്തിനകം, ഒരുപക്ഷെ ഇന്നും നാളെയും ഒക്കെ ആയി അറിയേണ്ടതുണ്ട്. ഏതായാലും വൈറ്റ്ലയിലാണ് ടിക്കറ്റ് വിറ്റിരിക്കുന്നത്. അത് ഏതായാലും വലിയൊരു ഭാഗ്യമാണ്. ഭഗവതി ഏജൻസിയിൽ ആദ്യം അവിടെ അനൗൺസ് ചെയ്തത് പാലക്കാട് വിറ്റ ടിക്കറ്റാണ്. നെട്ടൂരിൽ വിറ്റ ടിക്കറ്റിനാണ് ഈ സമ്മാനം അടിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്തായാലും ഇവിടെ കൊച്ചിയിൽ തന്നെ ഉണ്ടാകാം, വൈറ്റിലയിൽ ഭാഗത്തൊക്കെ ഉണ്ടാകാം എന്ന കൂടിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാം ഈ പറഞ്ഞോളം നമ്മൾ ഇങ്ങനെ ഒരു ആകാംക്ഷയോടുകൂടിയുള്ള വിലയിരുത്തലൊക്കെ ഇങ്ങനെ പറഞ്ഞ് പോകാമെന്നേ ഉള്ളൂ. എന്തായാലും ഈ പറഞ്ഞ ലോട്ടറി ഏജൻസി, കാറ്റിങ്ങൽ ഭഗവതി ഏജൻസി തങ്കരാജ്, പിന്നീട് ഇപ്പോൾ കൊച്ചി നെട്ടൂരിലുള്ള ഒരു ഏജൻസി ഉടമ, അവിടുത്തെ വിറ്റ ടിക്കറ്റിൻ്റെ ആ ഏജന്റ് അല്ലെങ്കിൽ അതിൻ്റെ ഉടമ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പ്രതികരണമാണ് വരുന്നത്. എന്തായാലും സ്റ്റെഫിൻ, എങ്ങനെയാണിപ്പോൾ അവിടേക്കുള്ള ഈ ഭഗവതി ഏജൻസിയുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ആളിലേക്കൊക്കെ ട്രേസ് ചെയ്യാനോ കണ്ടെത്താനോ ഒക്കെ കഴിയുന്ന സാഹചര്യമുണ്ടോ സ്റ്റെഫിൻ? പ്രജീഷ്, ഏതായാലും ആർക്കാണ് ടിക്കറ്റ് വിറ്റത് എന്നത് സംബന്ധിച്ചൊരു സൂചനയൊന്നും തന്നെ ഇല്ല. കൊച്ചിയിലെ വൈറ്റ്ലയിൽ നിന്നുള്ള ടിക്കറ്റ് അതൊരു ഹോൾസെയിൽ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ഒരു ഏജന്റാണ് അത് അവിടെ വിറ്റ ടിക്കറ്റാണ് അടിച്ചിരിക്കുന്നത് എന്നുള്ളത് കൺഫേമായി ഇവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് മറ്റ് 2 സമ്മാനങ്ങളുണ്ട്. 3ാം സമ്മാനമായ 50 ലക്ഷമുണ്ട്. അതൊന്ന് പാരിപ്പള്ളിയിലും ഒന്ന് ഈ 1ാം സമ്മാനം അടിച്ച അതേ കടയിൽ തന്നെയാണ് എന്നുള്ളതാണ് നമ്മോട് നേരത്തെ സംസാരിച്ച ഭഗവതി ഏജൻസിയുടെ ആളുകൾ നമ്മോട് പറഞ്ഞത്. പക്ഷേ ഇനി ഏതായാലും ആളുകൾ പുറത്തു വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ സമ്മാനം അടിച്ച ആളുകൾ ഒരുപാട് തിക്താനുഭവങ്ങൾ മറ്റു പലർക്കുമൊക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ വരുമോ എന്നറിയണം. പക്ഷേ ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൊടി പൊടിച്ച കച്ചവടമാണ്.